ഫിനിക്സ് ഫ്രണ്ട്സ് എൻ്റർടൈൻമെൻറ്റിലോട്ട് ഏവർക്കും സ്വാഗതം. CCL സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലെ കേരള സ്ട്രൈക്കേഴ്സും ചെന്നൈ കിങ്സും തമ്മിലുണ്ടായിരുന്ന മത്സരം ടോസ് നേടിയ ചെന്നൈ കിങ്സ് കേരള സ്ട്രൈക്കേഴ്സിനെ ബാറ്റിങ്ങിനയക്കിയായിരുന്നു. അപ്പോൾ നമുക്ക് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ടീമിനെ നോക്കാം. ഉണ്ണി മൂന്തൻ, പ്രശാന്ത് അലക്സാണ്ടർ, ആര്യൻ സമർദ്, അർജുൻ, ബിനീഷ് കൊടിയേരി, വിവേക് ഗോപൻ, മണിക്കുട്ടൻ, ജീൻ പോൾ ലാൽ, മദൻ മോഹൻ. കേരള സ്ട്രൈക്കേഴ്സിൻ്റെ പ്ലേയിങ് 11 ഇങ്ങനെയായിരുന്നു. മാറ്റങ്ങളൊന്നും കഴിഞ്ഞ കളിയിൽ നിന്ന് മാറ്റം സംഭവിച്ചിട്ടില്ല. ആദ്യം ബാറ്റ് ചെയ്യുന്ന കേരള സ്ട്രൈക്കേഴ്സ് 3 ഓവറിൽ 32 റൺസ്, വിക്കറ്റൊന്നും പോയിട്ടില്ലായിരുന്നു. ഉണ്ണി മൂന്തൻ അതിനുശേഷമാണ് ഔട്ടായത്. 19 ബോളിൽ 27 റൺസ് എടുത്ത് ഉണ്ണി മൂന്തൻ ഔട്ടാകുമ്പോൾ 45-1 4.3 ഓവറിൽ. തുടർന്ന് ഇറങ്ങിയത് നമ്മുടെ ജീൻ പോൾ ലാലാണ്. ജീൻ പോൾ ലാൽ വന്നതും പോയതും അറിഞ്ഞില്ല. 3 ബോളിൽ 1 റൺസ് എടുത്താണ് ജീൻ പോൾ ഔട്ടായത്. (49-3) എന്ന നിലയിലായി. അന്നേരമാണ് നമ്മുടെ പ്രശാന്ത് അലക്സാണ്ടർ വരുന്നത്. പ്രശാന്ത് അലക്സാണ്ടറും നമ്മുടെ അർജുൻ നന്ദകുമാറും കൂടെ പിന്നെ റൺസ് മെല്ലെ മെല്ലെ മുന്നോട്ട് കൊണ്ടുപോയി. വിക്കറ്റൊന്നും പോകാതെ 60-3 8 ഓവറിൽ. അതേപോലെ തന്നെ 10 ഓവറിൽ 79. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൺ റേറ്റ് കുറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ബി കാറ്റഗറി പ്ലെയേഴ്സ് ഇറങ്ങാണ്ട് റൺസ് ഉയരുകയില്ല. അപ്പം പിന്നെ നമ്മുടെ പ്രശാന്ത് ഔട്ടായെങ്കിൽ എന്ന് ആഗ്രഹിച്ചായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പിന്നെ 11.4 ഓവറിൽ 100-3 എന്ന നിലയിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രശാന്ത് അലക്സാണ്ടർ ഔട്ടാവുന്നു. അങ്ങനെയാണ് നമ്മുടെ മദൻ മോഹൻ ക്രീസിലോട്ട് എത്തുന്നത്. മദൻ മോഹനും നമ്മുടെ അർജുൻ നന്ദകുമാരും കൂടി റൺ റേറ്റ് മെല്ലെ മെല്ലെ ഉയർത്തുന്നുണ്ടായിരുന്നു. 12 ഓവർ കഴിഞ്ഞപ്പോൾ 119-4 എന്ന നിലയിലായിരുന്നു നമ്മുടെ കേരള സ്ട്രൈക്കേഴ്സ്. അന്നേരമാണ് നമ്മുടെ അർജുൻ നന്ദകുമാർ റണ്ണൗട്ട് ആകുന്നത്. അപ്പം എ കാറ്റഗറിയിലെ പ്ലെയറായ മണിക്കുട്ടൻ ആണ് ഇറങ്ങിയത്. മണിക്കുട്ടനും മദൻ മോഹനുമാണ് ഇപ്പം ക്രീസിലുള്ളത്. അപ്പം എ കാറ്റഗറി പ്ലെയേഴ്സ് ഇനിയിപ്പം നമ്മുടെ മണിക്കുട്ടനും ബിനീഷ് കൊടിയേരിയാണ്. ഇവർ രണ്ടുപേരും പെട്ടെന്ന് ഔട്ടാകുകയാണെങ്കിൽ നമുക്ക് ബി കാറ്റഗറിയിലെ പ്ലെയേഴ്സിനെ വെച്ച് നമുക്ക് കളി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവരുടെ തീരുമാനം. അങ്ങനെ അനുസരിച്ച് നമ്മുടെ മണിക്കുട്ടനും ഔട്ടാകുകയാണ്. അതിനുശേഷം ഇറങ്ങിയ ബിനീഷ് കൊടിയേരി മനഃപൂർവ്വം ക്രീസിൽ നിന്ന് ചാടി ഇറങ്ങി സ്റ്റംപ് ചെയ്ത് അങ്ങനെ ബിനീഷ് കൊടിയേരിയും ഔട്ടാകുകയാണ്. അപ്പം നമ്മുടെ ബി കാറ്റഗറി പ്ലെയേഴ്സൊക്കെ അങ്ങനെ ഇറങ്ങി. ഇപ്പം ആര്യനും മദൻ മോഹനുമാണ് ക്രീസിലുള്ളത്. അവർ റൺ റേറ്റ് മെല്ലെ ഉയർത്താൻ നോക്കുമ്പോൾ മദൻ മോഹൻ ഔട്ടായി. 150-8 എന്ന നിലയിലായി 16.3 ഓവറിൽ. അതിനുശേഷം അരുൺ ബെന്നി വന്നു. അരുൺ ബെന്നിയും നമ്മുടെ ആര്യനും കൂടെ റൺ റേറ്റ് മെല്ലെ ഉയർത്താൻ നോക്കി. 164-8 എന്ന നിലയിൽ. അങ്ങനെയാണ് അരുൺ ബെന്നി ഔട്ടാകുന്നത്. 6 ബോളിൽ 12 റൺസിന് അരുൺ ബെന്നി ഔട്ടായി. പിന്നെ വന്നത് സമർദ്ദാണ്. 164-9 എന്ന നിലയിൽ. അപ്പോൾ 17.3 ഓവർ ആയിട്ടുള്ളൂ. ഇനിയുണ്ട് 2 ഓവർ മിച്ചം. അപ്പം അന്നേരം തന്നെയാണ് നമ്മുടെ സമർദ് LBW കുടുങ്ങി ഔട്ടായി. അങ്ങനെ കേരള സ്ട്രൈക്കേഴ്സ് 165 റണ്ണിന് എല്ലാവരും പുറത്തായി. ഉണ്ണി മൂന്തൻ 27, അർജുൻ നന്ദകുമാർ 49, ജീൻ പോൾ 1, വിവേക് 1, പ്രശാന്ത് 21, മദൻ 27, മണിക്കുട്ടൻ 1, ആര്യൻ 9, അരുൺ ബെന്നി 12 എന്നിങ്ങനെയാണ്. അവരുടെ കുമാർ 21-1, വിക്രാന്ത് 23-2, ആദവ് 29-3 എന്നിങ്ങനെയാണ് അവരുടെ ബൗളിംഗ് പ്രകടനം. ചെന്നൈയിനെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ മീന വരെ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു. അങ്ങനെ തുടർന്ന് ബാറ്റിംഗ് ആരംഭിച്ച ചെന്നൈക്ക് വിക്കറ്റൊന്നും പോകാതെ അവർ 2.4 ഓവറിൽ 31 റൺ എടുത്തു. 5 ഓവറിൽ 49-1 എന്ന നിലയിലായിരുന്നു ചെന്നൈക്ക് വേണ്ടി വിക്രാന്ത് അപകടകരമായ രീതിയിലാണ് ബാറ്റ് വീശിയത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തെ തല്ലി തകർക്കുക തന്നെയായിരുന്നു ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ശാന്തനു 2 ബോളിൽ 4 റൺസ് എടുത്ത് ഔട്ടായി. അങ്ങനെ 53-2 5.2 ഓവറിൽ. പൃഥ്വിയാണ് തുടർന്ന് ബാറ്റിങ്ങിന് ഇറങ്ങിയത്. 6 ഓവറിൽ 49-3 കേരള സ്ട്രൈക്കേഴ്സ് ആണെങ്കിൽ 58-2 6 ഓവറിൽ ചെന്നൈ. പൃഥ്വി ഔട്ടായപ്പോൾ ഹരിചരനാണ് ക്രീസിൽ വന്നത്. അവരങ്ങനെ 9.5 ഓവറിൽ 89-3 എന്ന നിലയിൽ അവർ മുന്നേറിക്കൊണ്ടിരുന്നു. 10.4 ഓവറിൽ 94-4 എന്ന നിലയിലായിരുന്നു. നല്ല ശക്തമായ നിലയിലായിരുന്നു നമ്മുടെ ചെന്നൈ ഉണ്ടായിരുന്നത്. അപ്പോഴാണ് നമ്മുടെ വിക്രാന്ത് ഔട്ടാകുന്നത്. നമ്മുടെ വിവേക് ഗോപൻ്റെ ബോളിൽ വിക്രാന്ത് ഔട്ടായി. അവിടെ മുതലാണ് ഇവർ തകർച്ച തുടങ്ങിയത്. അവർ 96-5 എന്ന നിലയിലായി 12 ഓവറിൽ. അതിനുശേഷം 97-5 12 ഓവറിൽ എന്നുള്ള കളി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം മഴ കളി തടസ്സപ്പെടുത്തി. 98-5 എന്ന നിലയിലാണ് മഴ വന്നത്. അന്നേരം ഉണ്ണിമൂന്നൻ 1 ഓവർ, മണിക്കുട്ടൻ 3 ഓവറിൽ 31-1, വിവേക് ഗോപൻ 1 ഓവർ എന്നിങ്ങനെ രീതിയിലായിരുന്നു ബോൾ ചെയ്തത്. അതിനുശേഷം മഴ മാറി 99-6 എന്ന നിലയിൽ അവർ തുടർന്ന് ബാറ്റിംഗ് പുനരാരംഭിച്ചു.
98-ന് 6 എന്ന നിലയിൽ കളി പുനരാരംഭിച്ചു. അവർ 108-ന് 6, 112-ന് 6 എന്ന നിലയിൽ മഴ പിന്നെയും വന്ന് കളി തടസ്സപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ പിന്നെ കളി പുനരാരംഭിക്കാൻ കഴിയാത്തതുകൊണ്ട് കേരള സ്ട്രൈക്കേഴ്സ് 10 റൺസിന് മഴ നിയമപ്രകാരം വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. ശരിക്കും പറഞ്ഞാൽ ബൗളർമാർ നല്ല അതിമനോഹരമായിട്ട് തിരിച്ചു വന്നു. സ്പിന്നർമാർ കളി തകർത്തു എന്നുള്ളതാണ്. സ്പിന്നർ നമ്മുടെ അരുൺ ബെന്നി. അപ്പോൾ നമ്മുടെ 3 കളിയിൽ നിന്ന് 2 വിജയവുമായി കേരള സ്ട്രൈക്കേഴ്സ് സെമിയിൽ അങ്ങനെ എത്തി. എൻ്റർടൈനർ പ്ലെയറായിട്ട് നമ്മുടെ സഞ്ജു ശിവറാമനെയാണ് തിരഞ്ഞെടുത്തത്. ഏറ്റവും നല്ല ബാറ്റ്സ്മാനായിട്ട് തിരഞ്ഞെടുത്തത് വിക്രാന്തിനെയാണ്. ഏറ്റവും നല്ല ബൗളറായിട്ട് തിരഞ്ഞെടുത്തത് നമ്മുടെ അരുൺ ബിന്നിനെയും. മാൻ ഓഫ് ദ മാച്ചായിട്ട് തിരഞ്ഞെടുത്തത് നമ്മുടെ അർജുൻ നന്ദകുമാറിനെയാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഫീൽഡിങ്ങിലൊക്കെ അഖിൽ മാരാരടക്കം എല്ലാവരും ഫീൽഡിങ്ങിലൊക്കെ നല്ല മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അങ്ങനെ ചെന്നൈയെ തോൽപ്പിച്ച് കേരള സ്ട്രൈക്കേഴ്സ് സെമിയിൽ കടന്നിരിക്കുകയാണ്. അപ്പോൾ അടുത്ത സെമിയിലെ വിവരമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.